ഹലോ സുഹൃത്തെ, ഇന്നൊരു പാട്ടിന്റെ കഥ പറയാം. പാട്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതെ സുഹൃത്തെ, ഈ പാട്ടിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കാലിഫ് അൽ മൻസൂർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന്റെ അടുത്ത് ഒരുപാട് കവികൾ വരുമായിരുന്നു, ഒരുപാട് കവിതകൾ ചൊല്ലുമായിരുന്നു. ഈ രാജാവിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്, നല്ല ഓർമ്മശക്തിയാണ്. ഈ രാജാവ് ഏതൊരു കവിതയും ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ ഒരു വാക്കുപോലും തെറ്റാതെ തിരിച്ചു ചൊല്ലുമായിരുന്നു. എന്നിട്ട് കവിത ചൊല്ലിയ കവിയോട് പറയും, ഞാൻ ഈ കവിത നേരത്തെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വട്ടം സമ്മാനമില്ല. അങ്ങനെ ഒരുപാട് കവികൾ രാജാവിൻ്റെ അടുത്ത് വന്ന് കവിതകൾ ചൊല്ലുമായിരുന്നു. തോറ്റിട്ട് ഒരു സമ്മാനവും കിട്ടാതെ തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അൽ അസ്മൈ എന്ന് പറയുന്ന ഒരു കവി വരികയാണ്. എന്നിട്ട് രാജാവിനോട് ചോദിക്കുകയാണ്, രാജാവ്, ഞാനൊരു കവിത രചിച്ചിട്ടുണ്ട്, ഈ കവിത നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു പറയാമോ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അൽ അസ്മൈ എന്ന് പറയുന്ന പോയറ്റ് തന്റെ കവിത ചൊല്ലുകയാണ്. അങ്ങനെ ആദ്യമായി രാജാവ് നിശബ്ദനാവുകയാണ്. അദ്ദേഹത്തിന് ആ കവിത തിരിച്ചു ചൊല്ലിക്കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വലിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് സമ്മാനം വേണം? അപ്പോൾ ആ കവി ഒരു മറുപടി നൽകുന്നുണ്ട്. രാജാവേ, എനിക്ക് സ്വർണമോ വേറെ ഒന്നും വേണ്ട, എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇവിടെ കവിത ചൊല്ലാൻ വരുന്ന ഓരോ വ്യക്തിക്കും തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. വെറും കൈയോടെ ഒരു കവി പോലും ഇനി തിരിച്ചു പോകരുത്. അന്ന് തൊട്ട് രാജാവ് എല്ലാ കവികൾക്കും സമ്മാനം കൊടുക്കുമായിരുന്നു. ഒരുപാട് കവിതകൾ അന്ന് ഉണ്ടാവുകയും ചെയ്തു.